ത്തിന്റെ പൊന്നുമ്മയാണ്. അമ്മേ നീ പരീക്ഷിക്കല്ലേ അമ്മാ. എന്നിട്ട് ഫാത്തിമാവിന്റെ സജന്റെ മയ്യത്തെടുത്ത് കൊണ്ടുപോയി ഖബറിൽ വെച്ചോ. കൽബാണ് ഫാത്തിമ കേട്ടാൽ പോരാ, കൽബാണ് ഫാത്തിമ അറിഞ്ഞാൽ പോരാ, അറിയേണ്ടത് ഈ ഫാത്തിമയാണ്. ഖബറിനെ പോലും മണിയറയാക്കിയ ബഹുമാനപ്പെട്ട ഫാത്തിമാനെ നിങ്ങൾക്കറിയുമോ? കടൽ കടന്നു വരുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും വാരിപ്പിടിക്കാനുമുള്ള വല്ലാതെ ബോധദൃഷ്ടിയുടെ മരിപ്പറമ്പായി മാറിയ കല്യാണം നടക്കുന്ന ആഡിറ്റോറിയത്തിന്റെ വരാണ്ടയിൽ വെച്ച അടുക്കളയിലെ ബിരിയാണിയല്ല പെണ്ണ്, ആവി മറക്കുന്ന ബിരിയാണിയല്ല പെണ്ണ്. അണിഞ്ഞൊരുങ്ങി വന്ന പെണ്ണിനെ കൊത്താനാണ് ആഡിറ്റോറിയത്തിന് താല്പര്യമെങ്കിൽ മദാമ പെണ്ണിന്റെ വേഷവിധാനത്തെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ആയിഷ ബീവി ഇട്ട ഹിജാബല്ലേ, മൈമൂന ബീവി ഇട്ട ഹിജാബല്ലേ, ഫാത്തിമ ബീവി ഇട്ട ഹിജാബല്ലേ. ആ ഹിജാബ് വിട്ടുകൊണ്ടവർ മക്കയോട് മണ്ണിലതാ നടന്നതല്ലേ. അതേ ഹിജാബ് വിട്ടുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്ന പെണ്ണിന്റെ കാലം വന്നാ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മാരിവിന്റെ ബാങ്കുഴി കേൾക്കുമ്പോൾ ടൂ വീലറും എടുത്തോണ്ട് സുള്ളിയിലേക്ക് കറങ്ങാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാവിന്റെ സമയത്ത് ഇത്തിരി പോന്ന മൊബൈലിനകത്ത് പബ്ജി എന്ന ഗെയിമും ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നേരം വെളുക്കുന്നത് വരെ വെടിവെച്ച് കളിക്കുന്ന എന്റെ യുവ സമൂഹമേ, നിന്റെ ചൂണ്ടൻ വിരലില്ലേ അത് നിന്റെ മൊബൈലിന്റെ കീബോർഡ് നിൽക്കാനുള്ളതല്ല, www.com വാതിൽ തുറക്കാനുള്ളതല്ല. നാളെ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ മയ്യത്തെ കൊണ്ടുപോയി ഖബറിൽ വെച്ചതിന് ശേഷം മുങ്കറിന് കീറും കടന്നു വരുന്നതിന് മുമ്പ് ഒരു മലക്ക് കടന്നു വരുമത്രേ. ആ മലക്കിന്റെ പേരാണ് ഇസ്മുഹു റഹ്മാൻ എന്ന മലക്ക് വന്ന് ചോദിക്കുമത്രേ, നീ പ്രായപൂർത്തിയായ അന്ന് മുതൽ തൊട്ട് എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും ഒന്നെഴുതുക. ആ സമയത്ത് റഹ്മാൻ എന്ന മലക്കിനോട് മയ്യത്ത് പറയുമത്രേ, എന്റെ കയ്യിൽ എഴുതാൻ പേനയില്ല, എന്റെ കയ്യിൽ എഴുതാൻ കടലാസില്ല, കടലാസില്ലാതെ പേനയില്ലാതെ ഞാൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് റഹ്മാൻ എന്ന മലക്ക് മയ്യത്തിനോട് പറയുമത്രേ, നിന്റെ ചൂണ്ടം വിരലില്ലേ അതിന് പേനയാക്കടോ, നിന്റെ ഉമനീരില്ലേ അതിന് മഷിയാക്കടോ, നീ പൊതിഞ്ഞ വെള്ള വസ്ത്രമില്ലേ അതിന് പേപ്പറാക്കടോ. എന്നിട്ട് നിന്റെ ചൂണ്ടം വിരല് ഉമനീരിലേക്ക് മുക്കിക്കൊണ്ട് കഫൻ തുണിയുടെ അറ്റത്തിൽ നിന്ന് നീ എഴുതാൻ തുടങ്ങണം. നീ മദ്യപിച്ചെങ്കിൽ, നീ അന്യവന്റെ ഫസാദ് പറഞ്ഞെങ്കിൽ, നീ കളവ് പറഞ്ഞെങ്കിൽ, അങ്ങനെ ഓരോന്നായി